ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച് ഇസ്കോൺ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടനാ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബിജെപി പശ്ചിമബംഗാൾ ഘടകം ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. കാരണം ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, അവരെ ഉപദ്രവിക്കരുത് എന്ന്. ദേവിക, ആചാര്യ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ ശക്തമായ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തുകയുണ്ടായി. ഹിന്ദുക്കളുടെ അവകാശങ്ങളും അതോടൊപ്പം തന്നെ സുരക്ഷയും സംരക്ഷിക്കാൻ ബംഗ്ലാദേശിലെ ഭരണകൂടം തയ്യാറാകണം എന്ന കൃത്യമായ മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകി. ഒപ്പം ആചാര്യ ചിന്മയ കൃഷ്ണദാസിന് ജാമ്യം നൽകാത്തതിലുള്ള പ്രതിഷേധവും ഭാരതം രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ ഇസ്കോണും ഈ ഒരു അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന്, അതായത് സമാധാനപരമായുള്ള ഇസ്കോണിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ സംഭവത്തെ അപലപിക്കുകയും ചെയ്തു. ഇതുവരെ ആചാര്യ കൃഷ്ണദാസിന് ജാമ്യം നൽകുവാൻ ബംഗ്ലാദേശിലെ ഭരണകൂടവും കോടതികളും തയ്യാറായിട്ടില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ബംഗ്ലാദേശിനകത്തും അതോടൊപ്പം തന്നെ ഭാരതം പോലുള്ള രാജ്യങ്ങളിലും രൂപപ്പെടുന്നത്. ഇന്നിപ്പോൾ കൊൽക്കത്തയിൽ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവിക, അത് തന്നെയാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളോടുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച് ഇസ്കോൺ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടനാ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബിജെപി പശ്ചിമബംഗാൾ ഘടകം ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.